ആസ് എ നോർമൽ പേഴ്സൺ നിങ്ങൾ എത്ര പെർഫ്യൂംസ് ആണ് നിങ്ങളുടെ വാർഡ്രോബിൽ സൂക്ഷിക്കേണ്ടത്? അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സാധാരണയായിട്ട് ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പെർഫ്യൂമിനെ പറ്റി കാണുന്നുണ്ട്, ഏത് പെർഫ്യൂം വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങൾ. ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. ഞാൻ ഡോക്ടർ ജിംഷ, നിങ്ങളുടെ സ്വന്തം ഫ്രാഗ്രൻസ് എക്സ്പേർട്ട്. വർക്കിംഗ് പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ജോലി ആയിക്കോട്ടെ അത് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വാർഡ്രോബിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ട 3-4 ഫ്രാഗ്രൻസിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഫസ്റ്റ് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് എവറി ഡേ ഡെയിലി വെയർ ഫ്രാഗ്രൻസ് ആണ്. എവറി ഡേ ഫ്രാഗ്രൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നമ്മുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ദിനം പ്രതി നമ്മുടെ ആ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ അല്ലെങ്കിൽ നമ്മുടെ ആ വർക്ക് സ്പേസിന് അത്രത്തോളം കൺജസ്റ്റഡ് ആകാതെ നമ്മുടെ ആ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫ്യൂം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രഞ്ച് അവന്യൂവിൻ്റെ എയ്ത്തർ എക്സ്ട്രേറ്റ് പോലെ, ഇത് പെർഫ്യൂംസ് ഡെ മാർലിയുടെ ഗ്രീൻലി എന്ന് പറയുന്ന പെർഫ്യൂമിൻ്റെ ഓൾട്ടർനേറ്റീവാണ്. ഇതിൽ എന്താ പറയുക, ഗ്രീൻ ഫ്രഷ് എന്താ പറയുക അങ്ങനത്തെ ഒരു ഓക്മോസ് ഒക്കെ ചേർന്നിട്ട് ഒരു സിട്രസ്, ആപ്പിൾ, ഒരു മാൻഡറിൻ, അങ്ങനത്തെ ഒരു വൈബാണ്. അങ്ങനത്തെ ഒരു വൈബിലുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് ഈ പറഞ്ഞ ഏത്തർ എക്സ്ട്രേറ്റ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രാഗ്രൻസ് ഉറപ്പായിട്ട് ഉണ്ടാകണം. ഇനി ബ്ലൂ ഡി ചാനൽ പോലത്തെ അല്ലെങ്കിൽ ക്രീഡ് അവൻഡസ് പോലത്തെ അല്ലെങ്കിൽ ക്ലിബ്ഡിനോ ഇൻഡൻസ് പോലെ അങ്ങനത്തെ ഏത് ഫ്രാഗ്രൻസ് ആണെങ്കിലും സാരമില്ല, ഫ്രഷ് ഫ്രാഗ്രൻസ് ഈസ് എ മസ്റ്റ് ഇൻ യുവർ വാർഡ്രോബ്. രണ്ടാമതായിട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ വാർഡ്രോബ് ഫ്രാഗ്രൻസിലൊന്നാണ് ഒരു വിൻ്റർ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ഒരു ബൂസി കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ്. അങ്ങനെയുള്ളത് എനിക്ക് പറയാൻ തോന്നുന്നത് റോയൽ ബ്ലെൻഡ് ബൈ ഫ്രഞ്ച് അവന്യൂ. ഇതൊരു എന്താ പറയുക, ഏഞ്ചൽ ഷെയർ DNA വരുന്ന ഒരു ബൂസി വൈബുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. ഒരു സിന്നമൺ, റം, കന്യാക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ലിക്കറി ആയിട്ടുള്ള ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു വൈബ് തരുന്നൊരു ഫ്രാഗ്രൻസ് ആണ്. ഇതൊരു മസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിൻ്റർ ഫ്രാഗ്രൻസ് ആയിട്ട് ഉറപ്പായിട്ട് നമ്മുടെ വാർഡ്രോബിൽ ഉണ്ടാവേണ്ട കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസുകളിൽ ഒന്നാണ്. ഓക്കെ, ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ വെയർ ആയിട്ട് പറയാൻ പറ്റുന്നത് എവിടെ നമുക്ക് കണ്ടിട്ടുണ്ട്, സ്പെക്ട്രി ഗോസ്റ്റ്. ഇത് ഒരു സ്പെഷ്യൽ വെയർ ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നതാണ്. ഇതൊരു എന്താ പറയുക വാനില ബേസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടർഫുൾ ഫ്രാഗ്രൻസ് ആണ്. എന്താ പറയുക വാനില, അതുപോലെ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ഉണ്ട്. നമുക്ക് എന്താ കണ്ടില്ലേ ഈ പറഞ്ഞ പോലെ എന്താ ഒരു വേവ് ചൈൽഡ്, റൂം 1015 വേവ് ചൈൽഡിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അറ്റ്ലാന്റിസ്. ഇതൊരു കോക്കനട്ട്, വാട്ടർമെലൺ, അക്വാറ്റിക് ഫ്രഷ്നസ് തരുന്ന രീതിയിലുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. ഇതും വൺ ഓഫ് ദ എന്താ പറയുക നമുക്ക് മസ്റ്റ് ഹാവ് ഇൻ ദ വാർഡ്രോബ് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ്. സോ ദിസ് ഈസ് ഫോർ ടുഡേ. അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.